നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യൻ ഫുട്ബോളിനെ ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ അതല്ലെങ്കിൽ ഫുട്ബോൾ ലോകം വലിയ രൂപത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, സൗദി അറേബ്യ തന്നെയാണ്. പല പ്രധാനപ്പെട്ട താരങ്ങളെയും, ക്രിസ്ത്യാനോ റൊണാൾഡോ, നെയ്മർ ജൂനിയർ, ബെൻസിമ തുടങ്ങിയ പല പ്രധാനപ്പെട്ട താരങ്ങളെയും ഏഷ്യയിലേക്ക് കൊണ്ടുവരാൻ സൗദി അറേബ്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യൻ ലീഗിലാണ് ആ താരങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഫുട്ബോളിന് ഇപ്പോൾ വലിയ ഒരു ജനശ്രദ്ധ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും IFFHS ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു റാങ്കിങ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏഷ്യയിലെ റാങ്കിങ് ആണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2024 ജനുവരി 31 വരെയുള്ള പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബായിക്കൊണ്ട് അഥവാ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, സൗദി അറേബ്യൻ വമ്പന്മാരായ അൽ ഹിലാൽ ആണ്. അവർ ഏഷ്യയിൽ ഒന്നാം സ്ഥാനത്താണ്. വേൾഡ് റാങ്കിങ് 38 ആണ് വരുന്നത്. 177 പോയിന്റുകളാണ് ഈ ഒരു പട്ടികയിൽ അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് കൊറിയൻ ക്ലബ്ബായ FC പോഹാങ് സ്റ്റീലേഴ്സ് ആണ്. അവർ 141.5 പോയിന്റുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് കവാസാക്കി ഫ്രോണ്ടയിൽ വരുന്നു, ജാപ്പനീസ് ക്ലബ്ബാണ്. നാലാം സ്ഥാനത്ത് മറ്റൊരു ജാപ്പനീസ് ക്ലബ്ബ് വരുന്നു, അത് ഉറാവ റെഡ് ഡയമണ്ട്സ് ആണ്. അഞ്ചാം സ്ഥാനത്ത് കൊറിയൻ ക്ലബ്ബായ ഉൽസൻ ഹ്യുണ്ടായി. ആറാം സ്ഥാനത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസർ വരുന്നത്. അവർ ഇപ്പോൾ ലോക റാങ്കിങ്ങിൽ 127 സ്ഥാനത്താണ് അൽ നസർ ഉള്ളത്. അതുപോലെ തന്നെ 7ാം സ്ഥാനത്ത് വരുന്നത് മറ്റൊരു കൊറിയൻ ക്ലബ്ബായ യോൻബുക്ക് ഹ്യുണ്ടായി മോട്ടോഴ്സ് FC ആണ്. 8ാം സ്ഥാനത്ത് ഇഞ്ചിയോൺ യുണൈറ്റഡ് FC കൊറിയൻ ക്ലബ്ബാണ്. 9ാം സ്ഥാനത്ത് കരീം ബെൻസിമയുടെ അൽ ഇത്തിഹാദ് വരുന്നു. അവർ 133 സ്ഥാനത്താണ് വേൾഡ് റാങ്കിങ്ങിൽ ഉള്ളത്. 10ാം സ്ഥാനത്ത് ജാപ്പനീസ് ക്ലബ്ബായ യോക്കഹാമ F മറീനോസ് ആണ്. അതുപോലെ തന്നെ 11ാം സ്ഥാനത്ത് UAE ക്ലബ്ബായ അൽ ഐൻ FC വരുന്നു. 12ാം സ്ഥാനത്ത് ബാങ്കോങ് യുണൈറ്റഡ് തായ്ലൻഡ് ക്ലബ്ബാണ്. 13ാം സ്ഥാനത്ത് FC നസാഫ് വരുന്നു, ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബാണ്. 14ാം സ്ഥാനത്ത് പെർസ്പോൾസ് FC ഇറാനിയൻ ക്ലബ്ബാണ്. 15ാം സ്ഥാനത്ത് ഷൻഡോങ് തൈഷാൻ FC വരുന്നു, ചൈനീസ് ക്ലബ്ബാണ്. അതുപോലെ തന്നെ 15ാം സ്ഥാനത്ത് തന്നെ മറ്റൊരു ക്ലബ്ബ് കൂടി വരുന്നു, FK നൗബഹൂർ ആണ്, ഉസ്ബെക്കിസ്ഥാൻ ക്ലബ്ബാണ്. 17ാം സ്ഥാനത്താണ് ജാപ്പനീസ് ക്ലബ്ബായ വിസൽ കോബെ വരുന്നത്, മുൻപ് ഇനിയസ്റ്റ കളിച്ചിരുന്ന ക്ലബ്ബാണ്. 18ാം സ്ഥാനത്ത് അൽസാദ് SC വരുന്നു, ഖത്തർ ക്ലബ്ബാണ്, ചാവി പരിശീലിപ്പിച്ചിരുന്ന ക്ലബ്ബാണ്. 18ാം സ്ഥാനത്ത് തന്നെ ഷാർജ FC കൂടി വരുന്നുണ്ട്, UAE ക്ലബ്ബാണ്. 20ാം സ്ഥാനത്ത് ഇറാനിയൻ ക്ലബ്ബായ സഫാൻ SC വരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഏഷ്യയിലെ ആദ്യ 20 റാങ്കിങ്ങിൽ ഉള്ള ക്ലബ്ബുകളുടെ ലിസ്റ്റ് IFFHS പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഏതായാലും അൽ ഹിലാലിന്റെ ഒരു ആധിപത്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.